ലാ തമൂതുന്ന അഹദുക്കും, നിങ്ങൾ ഒരാളും തന്നെ മരിച്ചു പോകരുത് അള്ളാഹിനെ പറ്റി നല്ലൊരു വിചാരത്തിലല്ലാതെ എന്നാണ്. അതുകൊണ്ട് മരിക്കാൻ കിടക്കുമ്പോഴും അള്ളാഹിനെ പറ്റി നല്ലൊരു വിചാരം. എത്ര പാപങ്ങൾ ചെയ്തില്ലെങ്കിലും അത് പടച്ചോൻ പുറത്തു തരും. കാരുണ്യവാനാണ് റബ്ബ് എന്ന് അള്ളാഹുവിനെ പറ്റി നല്ലൊരു വിചാരം നമുക്ക് വേണം. അള്ളാഹു കാരുണ്യവാനാണ്. അള്ളാഹു നല്ല അള്ളാഹിന്റെ പേരൊക്കെ എടുത്തു നോക്കി, റഹ്മാൻ, റഹീം, വദൂദ്, വദ്ദ യവുദ്ദു എന്നൊക്കെ പറഞ്ഞ അറബി പദം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന് ഞാൻ അതിന്റെ അപ്പുറത്ത് ഒരു അറബി പദം ഉപയോഗിക്കല്ല. അതിനാണ് വദൂദ് എന്നുണ്ടായത്. പടച്ചോൻ വദൂദാണ്. പടച്ചോൻ അത്രയും നമ്മളോട് സ്നേഹമുണ്ട്. അതുകൊണ്ടല്ലേ അള്ളാഹു ഇതൊക്കെ ഇറക്കി തന്നത്, ഈ വഹിയും ഈ നന്മ തിന്മകളെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാനുള്ള ഗ്രന്ഥം ഇറക്കി തന്നതുകൊണ്ടല്ലേ, അന്ന് നന്നായി ജീവിക്കാൻ വേണ്ടിയിട്ട്. നന്മകൾക്ക് നോക്കി, നന്മകൾക്ക് ഇരട്ടിക്കരട്ടിക്കാണ് പ്രതിഫലം. ഒരു നന്മക്ക് ഒന്നല്ല, മിനിമം 10 ആണ്. അത് പിന്നെ 70,000 ആവും. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഉദ്ദേശശുദ്ധിയും നമ്മൾ എടുക്കുന്ന എഫർട്ടും അനുസരിച്ച് അതിനെന്ത് ചെയ്യും, അതിന്റെ പ്രതിഫലം കൂടും പ്രതിഫലം കൂടും. അതുകൊണ്ട് ഒരു തിന്മക്ക് ഒരു കുറ്റേ ഉള്ളൂ, അതിനെ ചെയ്താലേ ഉള്ളൂ. ഒരു തിന്മ ഒരാൾ ചെയ്യാൻ ഉദ്ദേശിച്ചു, ഖുദ്സി ഹദീസിൽ കാണാം, ഒരു തിന്മ ഒരാൾ ചെയ്യാൻ ഉദ്ദേശിച്ചു, എന്നിട്ട് അയാൾ ചെയ്തില്ല, അപ്പോൾ ഒരു കൂലിയാണ്. ഒരു തെറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ട് പടച്ചോനോർത്തിട്ട് ചെയ്യാന്നാൽ ഒരു കൂലിയാണ്. ഇനി ഒരു തെറ്റ് ചെയ്താലോ അതിനൊരു കുറ്റേ ഉള്ളൂ. എന്നാൽ തന്നെ അത് രേഖപ്പെടുത്തുമ്പോൾ മലക്കിനോട് പടച്ചോൻ പറയുന്നതാണ്, എഴുതലട്ടോ എന്റെ അടിമ പശ്ചാത്തപിക്കും, നോക്ക് തോപ ചെയ്യോ, നോക്ക് ഓൻ പശ്ചാത്തപിക്കണേ മാച്ചളാറ്. എങ്ങനെ സഹോദരൻ നരകത്ത് പോകൂല. ഒരു നന്മക്ക് 1000 പ്രതിഫലാണ്, ഒരു തിന്മക്ക് ഒരു കുറ്റേ ഉള്ളൂ. അത്രയും കാരുണ്യവാനായ പടച്ചോനെ എങ്ങനെയാണ് നമ്മൾ നിഷേധിക്കുക? സാധിക്കൂല, ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ അള്ളാഹിനെ പറ്റി നല്ലൊരു വിചാരത്തിലാകണമെങ്കിൽ ഈ വഹി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അള്ളാഹിനെ പറ്റി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിനുള്ള മാർഗം ഈ ഖുർആനും ഈ ഹദീസും തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പകർന്നു കൊടുത്ത ആ പാഠങ്ങൾ തന്നെയാണ്. അപ്പൊ അത് നമ്മളെ മുമ്പിൽ ഇന്നുണ്ട്, പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിനുള്ള കൂട്ടായ്മകളാണ് ഇതൊക്കെ. ഈ ഖുർആനും ഹദീസും ഒക്കെ എങ്ങനെയാണ് സഹാബത്ത് മനസ്സിലാക്കിയത്, എങ്ങനെയാണ് അത് താബിഈങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത്, താബിഈങ്ങൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കിയത്, അവരെങ്ങനെയാണ് ജീവിച്ചത്, അത് കൃത്യമായിട്ട് പഠിപ്പിക്കാൻ തന്നെയാണ് നമ്മുടെ ഈ ദീനും ഈ ക്ലാസ്സുകളും, ഈ ഖുർആൻ ക്ലാസ്സും ഹദീസ് ക്ലാസ്സും ഈ പീസ് റേഡിയോ, ഈ അന്നൂർ ഖുർആൻ പഠന പരമ്പര, എല്ലാ കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് അത് പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ നമ്മൾ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തി നന്മകളിൽ നമ്മൾ മുന്നേറുക.